ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ മുന്നേ ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് ടൈം ഞാനൊന്നുകൂടെ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒന്നും കൂടെ ഞാൻ വെൽക്കം ചെയ്യാണ്. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ ഞാൻ ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളിയിലാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എനിക്ക് വെറും ഓയിലിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവർ കിട്ടുമ്പോൾ വേറൊരു ടേസ്റ്റാണല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം അതിലോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ ആവശ്യാനുസരണം. എനിക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്നും എനിക്കിങ്ങനെ ബിരിയാണിയിൽ കഴിക്കാൻ കിട്ടുന്നത് എനിക്കിഷ്ടമല്ല. അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ ഒരുപാട് ഇടും കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നതിൽ ഞാൻ അധികം ഇടാറില്ല. പക്ഷേ അമ്മയും അനിയനും ഒക്കെ ഒരുപാട് കഴിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ചെങ്കിലും അതിലിട്ടു. എന്നാലും ഞാൻ ഓവറൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമാണ്, കഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ച് ഇടാം. അപ്പോൾ ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പ് നെയ്യിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ എല്ലാം ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ആ ഒരു നെയ്യും ഓയിലും നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണല്ലോ, അതിലോട്ട് നമ്മൾ ഉള്ളിയാണ് വറുത്തെടുക്കുന്നത്. വളരെ നൈസാക്കിയിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളിയാണ്. എനിക്ക് കറക്റ്റ് അളവ് പറയാനൊന്നും അറിയില്ല, എത്ര ഉള്ളിയാണ് എടുക്കേണ്ടത്, അങ്ങനത്തെ അളവ് പറയാനൊന്നും എനിക്കറിയില്ല. ഞാൻ അമ്മയാണ് ഇതിലോട്ടുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞു തന്നത് അമ്മയാണ്. അമ്മയ്ക്കാണ് അതിൻ്റെ കറക്റ്റ് ക്വാണ്ടിറ്റി എത്ര എടുക്കണം എന്നൊക്കെ അറിയാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഉള്ളി നൈസാക്കിയിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇനിയൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ അതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അത് എന്ത് ചെയ്യാം, ആ ഒരു എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് വെക്കാം. ഇത് ഇത്ര കളറൊന്നും ആയിട്ടില്ല. നമ്മൾ ആ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ഡാർക്കായ പോലെ തോന്നുന്നുണ്ട്. ഇത്ര ഡാർക്ക്നെസ് ഇല്ല. എൻ്റെ ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമാണ്, അത്ര ഡാർക്ക് ആയിട്ടില്ല. അപ്പോൾ അതാ സെക്കൻഡായിട്ട് ഞാൻ ആ ബാക്കി ഉള്ളി ഇത് വഴറ്റാൻ വേണ്ടിയിട്ടാണ്. വറക്കാനുള്ളത് ഓൾറെഡി നമ്മൾ വറുത്ത് വെച്ചു. ഇനി നമുക്ക് കുറച്ച് നമുക്ക് ഗ്രേവിക്ക് ഉള്ളി വേണമല്ലോ, ആ സവോളയാണ് കേട്ടോ അത്. കുറച്ച് ബിരിയാണി ഉണ്ടാക്കുന്നുള്ളൂ, കുറച്ച് നെയ്ച്ചോറ് എന്താ പറയുക കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി, എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് സോഫ്റ്റായി കിട്ടുമല്ലോ. അങ്ങനെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം, നന്നായിട്ട് അലിഞ്ഞ പോലെ ആവണം കേട്ടോ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ അതാ നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ കുറച്ച് പെരിഞ്ജീരകമാണ് കേട്ടോ ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഉള്ളി ഇടുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഉള്ളി ആഡ് ചെയ്യണതിന് മുന്നേ നമുക്ക് പെരിഞ്ജീരകം ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിലോട്ട് ഇടാം. പക്ഷേ അത് മൂപ്പിക്കുന്നതിന് മുമ്പ്, അതായത് ഉള്ളി ഇട്ടതിന് ശേഷവും നമുക്ക് ഇടാം കേട്ടോ. ഇനി അതിലോട്ട് ഞാൻ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കരിവേപ്പിൻ്റെ ഇലയൊക്കെ എല്ലാ ബിരിയാണിയിലും ഓൾമോസ്റ്റ് ഇടുന്നതാണ്. ഇനിയിപ്പോൾ ഈ ഒരു ബിരിയാണി കണ്ടിട്ട് നിങ്ങൾക്ക് ഇതെന്ത് ബിരിയാണി, ഇങ്ങനെയാണോ ബിരിയാണി ഉണ്ടാക്കുന്നത് എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ലാസ്റ്റ് വരെ കാണുക. ഞാനിതൊരു യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു ബിരിയാണിയാണ്. അതുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻസിൽ ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. ദെൻ ഞാനത് ഉണ്ടാക്കുന്ന ടൈമിലും ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. കാരണം ഞാൻ ആ വീഡിയോയിൽ ഒരുപാട് നല്ല കമൻറ്റ്സ് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ സക്സസ് ആയി എന്ന് പറയുന്ന കമൻറ്റ്സ് കണ്ടതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ട് വീഡിയോ എടുത്തതും ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതും. പിന്നെ അതാ നമ്മൾ ഇതിലോട്ടുള്ള ചിക്കൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും മാത്രം ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ ആ ഒരു ടൈമിൽ നമ്മുടെ ഈ ഒരു ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ മുളക് ചേർത്തു, പച്ചമുളക് ചേർത്തു, പെരുംജീരകം എന്നാണ് പറയുക, പെരുംജീരകം ചേർത്തു, കരിവേപ്പിൻ്റെ ഇല ചേർത്തു, തക്കാളി ചേർത്തു. തക്കാളി ഒന്നും ഇങ്ങോട്ട് വാടി വരുമ്പോൾ ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ ചേർക്കുന്നത്. കുരുവില്ലാതെ നീര് മാത്രം ഒന്ന് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ദെൻ ഇതുവരെ നമ്മൾ ഉപ്പിട്ടിട്ടില്ല, മറ്റ് മസാലാസ് ഇട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ദെൻ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ തക്കാളി ഒന്ന് വേവുന്നത് വരെ, ഒന്ന് വാടി കിട്ടുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഞാനിത് എത്ര ധൈര്യത്തിൽ വീഡിയോ എടുത്തിട്ട് ഞാൻ വിചാരിച്ചു വീഡിയോ എടുത്ത് വെക്കാം. ദെൻ ടേസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാം, ടേസ്റ്റ് ഇല്ലെങ്കിൽ വേണ്ട, പോട്ടെ, വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് രണ്ടും കൽപ്പിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. പക്ഷേ
ആദ്യമൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു വീഡിയോ എടുത്തത്. ഓക്കെ, ഈ ഒരു യൂട്യൂബ് അടിപൊളിയാണ്, നല്ല രസമുണ്ട്, കാണാനും ഭംഗിയുണ്ട്. പിന്നെന്താ, യൂട്യൂബ് കമൻസൊക്കെ അടിപൊളി കമൻസ് ആയിരുന്നു, ഫുൾ പോസിറ്റീവ്. ഒന്നും നെഗറ്റീവായിട്ടുള്ളൊരു കമൻറ്റ് വരെ ഞാൻ കണ്ടില്ല. പിന്നെ നെഗറ്റീവ് പറയാനായിട്ട് കുറച്ച് പേര് ഇറങ്ങുന്നുണ്ടല്ലോ, അവരുടെ നെഗറ്റീവ് ഉണ്ടെങ്കിലേ ഉണ്ടാവത്തുള്ളൂ. അപ്പം ഞാൻ ധൈര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു, ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി തുടങ്ങിയതാണ്. ബട്ട് അടിപൊളിയാണ് ഗൈസ്. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് കമൻറ്റിൽ ഇത് പോരാ അല്ലെങ്കിൽ ഇത് നന്നായില്ല കൊള്ളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ്റെ കമൻറ്റിൽ വന്ന് പറയാം കേട്ടോ. പിന്നെ അതാ നമ്മൾ ആ ഒരു തക്കാളി നന്നായിട്ട് വാടി വന്നപ്പോൾ അതിലോട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് മൂന്നും കൂടെ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തതാണ്. ആ ഒരു പേസ്റ്റും കൂടെ ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, വഴറ്റിയെടുക്കുക കേട്ടോ. ഈ ഒരു ടൈമിലാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി മസാലയിലുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്താൽ മതി. അപ്പോൾ കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി കൂടണ്ട, ഒരു ഓവർ കളറായി പോവും. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ അതിൻ്റെ പേരെന്തായിരുന്നു, ഗരം മസാല. സോറി, ആ പേര് മറന്നുപോയി. നമ്മൾ ഗരം മസാലയാണ് ചേർത്തിട്ടുള്ളത്. ഒരു പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കൂടെ ചേർത്തിട്ട് നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് അത്യാവശ്യം വഴണ്ടി വന്നിട്ട് ഒരു എണ്ണ ഇങ്ങനെ തെളിയുമല്ലോ, നമ്മൾ ആ എണ്ണ തെളിയുന്ന ടൈമിൽ കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞതും പുതിന അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടൈമിൽ ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് തോനല്ല, അത്യാവശ്യം ആ ഒരു ഗ്രേവിക്കുള്ളത് ഫ്ലേവർ ഇറങ്ങാൻ പാകത്തിന് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പറ്റ ചെറുതാക്കിയത് അരിഞ്ഞതുകൊണ്ടാണ് ഇത്ര തോന്നണം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു മല്ലിച്ചപ്പിൻ്റെയും പുതിനയുടെ ഒക്കെ ആ ഒരു ഫ്ലേവർ ഇറങ്ങുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ മല്ലിച്ചപ്പും പുതിനയൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലോട്ട് കുറച്ച് തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളി ഇല്ലാത്ത കുറച്ച് തൈര് ചേർക്കുന്നുണ്ട്. ദെൻ അതിലോട്ട് ഇത് നമ്മുടെ ഈ അണ്ടിപ്പരിപ്പ്, കാഷ്യൂ നട്ട്സ് വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ച് വെച്ചതാണ്. ഇത് ബിരിയാണിയിൽ ചേർക്കുന്നവർ ഒരുപാട് ഞാൻ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ബിരിയാണിക്ക് വേറെ തന്നെ ഒരു ഫ്ലേവറാണ്. പക്ഷേ ഒരു എന്താ പറയുക, ഒതൻറ്റിക് ബിരിയാണി പോലെ നല്ലൊരു ടേസ്റ്റുള്ളൊരു ബിരിയാണി കിട്ടും. അപ്പോൾ ഇങ്ങനെ ചേർത്ത് നോക്കാത്തവർ മസ്റ്റായിട്ടൊന്ന് ചേർത്ത് നോക്കാം. എന്നിട്ട് ആ ഒരു മിക്സ്ചർ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു കുക്കാവുന്ന രീതിക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് കുക്കാവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ അത് നന്നായിട്ട് കുക്കായി എന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇതിപ്പം ഈ ഒരു മസാല ഒക്കെ ഒന്ന് ആയി വരുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ ഒരു 20 to 30 minutes, ഒരു അരമണിക്കൂറോളം ആ ഒരു ചിക്കൻ അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നല്ല ഉപ്പും മുളകും എരിവൊക്കെ പിടിച്ചിട്ടുണ്ടാവും. മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഓവർ ചേർത്ത് കൊടുക്കരുത്. അതുപോലെ കാശ്മീരി മുളക് പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കരുത്. കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി. ആ ഒരു ചിക്കനിൽ കുറച്ച് എരിവ് പിടിക്കുന്ന രീതിയിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ദെൻ നമുക്ക് ആ ഒരു ചിക്കനിലോട്ട് ഈ മസാലയൊക്കെ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ദെൻ നമ്മളത് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഇതിപ്പോൾ ഞാൻ അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ട് തുറന്ന് നോക്കിയതാണ്. അപ്പോൾ ആ എണ്ണ വേറെയും വെള്ളം വേറെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ ഗ്രേവിയിൽ എണ്ണ ഇങ്ങനെ തൂർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ചിക്കൻ വെന്തിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ചിക്കൻ നമ്മൾ നന്നായിട്ട് കുക്കായോ എന്ന് നോക്കുക. കുക്കായി എന്ന് കാണുകയാണെങ്കിൽ അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച അരി ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് ക്യാരറ്റും പിന്നെ പട്ട, ഗ്രാമ്പൂ അതൊക്കെ കൂടെ ചേർത്തിട്ട് നമ്മുടെ സ്പൈസസ് എല്ലാം കൂടെ ചേർത്ത് ഉപ്പും ചേർത്തിട്ട് നെയ്ച്ചോറ് പോലെ ഓൾറെഡി ഗീ റൈസ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇങ്ങനെ പരത്തി നല്ല രീതിക്ക് ആക്കി കൊടുക്കുക. എല്ലായിടത്തും ചോറ് കറക്റ്റ് എത്തുന്ന രീതിക്ക് ഒന്നാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നീറ്റാക്കി വെച്ചതിന് ശേഷം അതിന് മുകളിലോട്ട് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളി, സവോള വറുത്തതും കാഷ്യൂ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. ഈ ഉള്ളി ഇത്ര കരിഞ്ഞ പോലെയൊക്കെ തോന്നും, പക്ഷേ കരിഞ്ഞിട്ടില്ല കേട്ടോ, സത്യമായിട്ട് കരിഞ്ഞിട്ടില്ല. അതൊരു എൻ്റെ ക്യാമറേൻ്റെ ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താ പറയുക, ഭയങ്കര ഡാർക്കായിട്ടാണ് വീഡിയോയിൽ കാണുന്നത്. പക്ഷെ ഈ ഒരു കളറിലല്ല നമ്മൾ എടുക്കേണ്ടത്.
നമ്മൾ എന്താ പറയുക കുറച്ചും കൂടെ ഒരു ലൈറ്റ് കളറിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിൽ ഈ ഒരു വീഡിയോയിൽ ലൈറ്റ് കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് അതിൻ്റെ മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പും പുതിനയും നമ്മൾ ബാക്കി അരിഞ്ഞതിൻ്റെ ബാക്കി കുറച്ചുണ്ട്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോയിൽ ഇത്ര മല്ലിച്ചപ്പും പുതിനയൊന്നും ഇല്ല. പിന്നെ അരിഞ്ഞതല്ലേ, അരിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ട് അത് നാശമാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മുഴുവനായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ചെയ്തത്. പക്ഷേ ആ ഒരു മല്ലിച്ചപ്പിൻ്റെയും പുതിനേൻ്റെയും ഒരുമാതിരി ടേസ്റ്റൊന്നും അതിൽ ഓവറായിട്ട് വന്നിട്ടൊന്നുമില്ല. നല്ലൊരു ഫ്ലേവറായിരുന്നു കേട്ടോ. ദെൻ അതിലോട്ട് കുറച്ച് ഗരം മസാല ഞാൻ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നെയ്യെന്ന് പറയുമ്പോൾ നമ്മൾ ആ ഉള്ളി വാട്ടുമ്പോൾ കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നല്ലോ, അതിന് കുറച്ച് നെയ്യും ഓയിലും കൂടെയാണല്ലോ നമ്മൾ ഉള്ളി വാട്ടാൻ എടുത്തിരുന്നത്. അതൊന്ന് കുറച്ച് ഞാൻ ഗ്ലാസ്സിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. അപ്പോൾ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ദം ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 1 ഹവറോളം ദം ഇട്ടിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് മുകളിൽ നിന്ന് എടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കുക. അതിപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ, മിക്സ് ചെയ്യാൻ അറിയുന്നുണ്ടാവുമല്ലോ. സത്യം പറയട്ടെ, ഇത്ര മല്ലിച്ചപ്പും പുതിനയൊന്നും ഇടാൻ പാടില്ല. ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ മല്ലിച്ചപ്പിൻ്റെയും പുതിനയുടെയും ടേസ്റ്റൊന്നും ഓവർ നിൽക്കുന്നില്ല. പക്ഷെ കാണുമ്പോൾ എനിക്ക് തന്നെ എന്തോ പോലെ തോന്നുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓവറായിട്ട് എന്തോ ഉള്ള പോലെ. പക്ഷെ മിക്സ് ചെയ്യുമ്പോൾ അത്ര ഒന്നും ഇല്ല, പുറത്തിങ്ങനെ കാണുമ്പോൾ ഉള്ള ഒരു ഇത് കേട്ടോ. പിന്നെ അത് അധികം മസാല ഇല്ലാണ്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് അധികം മസാല ഇല്ലാത്തതാണ് ഇഷ്ടം, പക്ഷേ എനിക്ക് നല്ല മസാല ഉള്ളതാണ് ഇഷ്ടം. നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക മസാല വരുമ്പോഴാണ്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മസാല, എനിക്കും എൻ്റെ അനിയനും മസാല ഉള്ളത് ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് മസാല ഇല്ലാത്തത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണിയുടെ റെസിപ്പി. ഇതെൻ്റെ ഓൺ റെസിപ്പി അല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പരീക്ഷിച്ച് നോക്കാം. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ഒരുപാട് പോസിറ്റീവ് റിവ്യൂ കണ്ടിട്ട് എന്താ പറയുക ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇത് ഞാൻ കുറച്ചും കൂടെ മസാല ആഡ് ചെയ്തിട്ട് കഴിച്ചതാണ് കേട്ടോ. എനിക്ക് മസാല ഇഷ്ടമാണ്, അപ്പോൾ ഞാൻ ലാസ്റ്റ് വെച്ച് കഴിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കും. ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പി തന്നെയാണ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ.